ട്രാമിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാംഗ്ലൂർ വരെ ഒരു യാത്ര പോവുകയാണ്. ബാംഗ്ലൂരിൽ എൻ്റെ ഓഫീസിൽ വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അത് വരെ പോകുമ്പോൾ മൈസൂർ കയറി മൈസൂരൊന്ന് കറങ്ങിയിട്ട് ബാംഗ്ലൂർ പോകാമെന്നുള്ള പ്ലാനിലാണ്. അങ്ങനെ ഒരു ദിവസം ഒരു ഞായറാഴ്ച രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി. ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടുകാണി ചുരമാണ്. ഏകദേശം 4 മണി കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കാരണം ബന്ദിപ്പൂർ നമ്മുടെ വനത്തിലൂടെയുള്ള ആ ഒരു റോഡ് തുറക്കുന്നത് 6 മണിക്ക് ശേഷമാണ്. അപ്പോൾ 4 മണിൻ്റെ ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഗൂഡല്ലൂർ എത്താറായി. ഗൂഡല്ലൂർ എത്തിയിട്ട് ജസ്റ്റ് ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് യാത്ര തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗൂഡല്ലൂരിൽ നിന്നും ഒരു 4 കിലോമീറ്റർ കഴിഞ്ഞ് നമ്മൾ മുതുമലൈ ടൈഗർ റിസർവിലോട്ട് കയറുകയാണ്. പുലർച്ചെ ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കാട്ടിലൂടെ ഇങ്ങനെ വണ്ടി ഓടിക്കാൻ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. മാനുകളെയും ആനകളെയൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടത്. വേറെ മൃഗങ്ങളെയൊന്നും നമ്മൾ ഈ യാത്രയിൽ അധികം കണ്ടിട്ടില്ല. അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ കർണാടക സ്റ്റേറ്റിലോട്ട് കയറുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ ടൈഗർ റിസർവിലൂടെയുള്ള യാത്ര കഴിഞ്ഞ് പുറത്തെത്തി. നമ്മുടെ ഗുണ്ടൽപേട്ടെത്താറായപ്പോൾ ചില സ്ഥലത്ത് ഈ ചെറിയ രീതിയിലുള്ള സൂര്യകാന്തിയുടെ പാടങ്ങളൊക്കെ കണ്ടു. പക്ഷേ വളരെ കുറച്ചേ ഉള്ളൂ. അങ്ങനെ നമ്മൾ മൈസൂരെത്തി. മൈസൂരിൽ ആദ്യം തന്നെ പോയത് സൂയിലേക്കാണ്. അപ്പോൾ സൂയിൽ കാറൊക്കെ പാർക്ക് ചെയ്ത് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. നമ്മൾ കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ ഫസ്റ്റ് ഉള്ളത് കുറേ പക്ഷികളുടെ ഒക്കെ ഉള്ള പക്ഷികളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടുന്ന് കുറേ ടൈപ്പിലുള്ള പക്ഷികളൊക്കെ അവിടെയുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് നടന്നു. നമ്മുടെ പുലി രാവിലെ ഉറക്കം ഉണരുകയാണെന്നാണ് തോന്നുന്നത്. കിടക്കുകയാണ് ആൾ. പിന്നെ കടുവയുണ്ട്. രണ്ട് കടുവയാണ് കണ്ടത്. ഒരാൾ ദേ രാവിലെ നടത്തത്തിന് ഇറങ്ങിയതാണ്. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചിന്തിച്ച് ദേ സിംഹം ചേട്ടൻ മുകളിലോട്ട് നോക്കിയിരിപ്പുണ്ട്. ചിമ്പാൻസി ബ്രോ ദേ ഇവിടെ ധ്യാനത്തിലിരിക്കുകയാണ്. വേറൊരാൾ തൊട്ടപ്പുറത്തിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. ക്യാരറ്റാണെന്ന് തോന്നുന്നു. വലിയ 2 കാണ്ടാമൃഗങ്ങളുണ്ട്. ഇത് ഇന്ത്യൻ അല്ല, വേറെ ഏതോ ഒരു സ്ഥലത്തുള്ള കാണ്ടാമൃഗമാണ്. പിന്നെയുള്ളത് സീബ്രയാണ്. ഒരു കൂട്ടം സീബ്രകളും ഇവിടെയുണ്ട്. പിന്നെ ഊട്ടി യാത്രകളിൽ സാധാരണ റോഡ് സൈഡിലൊക്കെ കാണാറുള്ള നമ്മുടെ കാട്ടുപോത്ത് വലിയ ഒരെണ്ണം അപ്പോൾ അവിടെ നിൽപ്പുണ്ട്. കുറേ കാട്ടുപോത്തുകളുണ്ട്. അങ്ങനെ പിന്നെ ഒരു ആഫ്രിക്കൻ ആന അവിടെയുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ആഫ്രിക്കൻ ആനേനെ കാണുന്നത് തോന്നുന്നു. മുന്നിലുള്ള സൂലൊന്നും പോയപ്പോൾ ആഫ്രിക്കൻ ആനയെ കണ്ട ഒരു ഓർമ്മയില്ല. എന്തായാലും ഒരു ആഫ്രിക്കൻ ആന ഉണ്ട്. വലിയ ചെവിയും വലിയ കൊമ്പുകളൊക്കെ ആയിട്ട്. ഒരു കങ്കാരു അവിടെ ഇരിപ്പുണ്ടായിരുന്നു. വേറെ കങ്കാരുവിനൊന്നും കണ്ടില്ല. ആളുടെ സഞ്ചിക്കുള്ളിലൊരു ചെറിയ കൊച്ചുണ്ട്. പിന്നെ ജിറാഫ് ഒരു 6-7 ജിറാഫുണ്ട്. വലിയതും ചെറുതുമൊക്കെ ആയിട്ട് ജിറാഫുകൾ ഒരുപാടുണ്ട്. നമ്മൾ സൂ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്താണ് ജിറാഫിനെ അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് ലാസ്റ്റ് ജിറാഫിനെയൊക്കെ കണ്ട് സൂവിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കും. സൂവിൽ നിന്ന് നേരെ പോയത് മൈസൂർ പാലസ് കാണാനാണ്. സൂവിൽ തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പക്ഷേ പാലസിൽ നമ്മൾ വിചാരിച്ചതിൽ കൂടുതൽ അതിഭീകര തിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ എത്തിയത് നല്ല ഉച്ചയ്ക്ക് സമയമായതുകൊണ്ട് നല്ല വെയിലുണ്ടായതുകൊണ്ട് ഫ്രണ്ടിൽ നിന്ന് അധികം ഫോട്ടോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. കുറച്ച് പെട്ടെന്ന് പോയി കുറച്ച് ഫോട്ടോസ് എടുത്ത് തിരിച്ചു പോന്നു. അതിഭീകരമായ വെയിലായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ പാലസിനകത്ത് കയറി പാലസിനകത്തെ കാഴ്ചകൾ കണ്ടു. നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഫോട്ടോസ് കാര്യങ്ങളൊന്നും എടുക്കാനെന്നുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല. കാരണം തിരക്കായതുകൊണ്ട് എല്ലാ സ്ഥലത്തും നല്ല ആളുകളാണ്. പാലസിൻ്റെ മുൻഭാഗമാണിത്. മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നവർ അവിടെ ഒരുപാട് പേരുണ്ട്. അങ്ങനെ പാലസ് കണ്ട് പുറത്തിറങ്ങി. പുറത്ത് കുറച്ച് സമയം കൂടി സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ മൈസൂരിൽ നിന്ന് തിരിച്ച് പോരുകയാണ് ചെയ്തത്. മൈസൂരിൽ നിന്ന് നേരെ ബാംഗ്ലൂരിലോട്ടാണ് നമ്മൾ പോയത്. ബാംഗ്ലൂരിൽ നമ്മൾ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്ത് തൊട്ടടുത്ത ദിവസം ബാംഗ്ലൂരിൽ തിരിച്ച് പോരുക എന്നുള്ളതാണ് പ്ലാൻ. അങ്ങനെ പാലസിൽ നിന്ന് പോരുന്നതിന് മുന്നേ പാലസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ജസ്റ്റ് ഇതിൻ്റെ ഒരു ക്രാഫ്റ്റ് വർക്ക് അവിടെ നിന്ന് വാങ്ങിച്ചു. അങ്ങനെ മൈസൂരിൽ നിന്ന് തിരിച്ച് പോരുകയാണ്. കാറ് നമ്മൾ സൂവിൻ്റെ പാർക്കിങ്ങിൽ തന്നെയാണ് ഇട്ട് പോകുന്നുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചാണ് പാലസിലോട്ട് വന്നത്. തിരിച്ച് ഒരു ഓട്ടോ പിടിച്ച് സൂവിൻ്റെ പാർക്കിങ്ങിലോട്ട് പോയി. അങ്ങനെ മൈസൂരിൽ നിന്നും ബാംഗ്ലൂരിലോട്ടുള്ള യാത്ര തുടങ്ങി. നമ്മൾ മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേയിലൂടെയാണ് പോയത്. അതിൻ്റെ ടോൾ ബൂത്താണ് കാണുന്നത്. ടോൾ ബൂത്തിൽ നല്ല തിരക്കാണ്. ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കണം റോഡിൽ നല്ല തിരക്കുണ്ട്. എക്സ്പ്രസ് വേ ആണെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു റോഡിൽ. അങ്ങനെ ബാംഗ്ലൂർ എത്താറായി. ബാംഗ്ലൂരിൽ നമ്മൾ സൈഡ് റിംഗ് റോഡ് വഴി പോയിട്ട് തൊട്ട് കുറച്ച് അപ്പുറത്താണ് എൻ്റെ ഓഫീസ്. അവിടെ വരെ നമ്മൾ ട്രാവൽ ചെയ്ത് അവിടെ നമ്മൾ സ്റ്റേ ചെയ്യുകയാണ് ചെയ്തത്. റൂമിലെത്തിയപ്പോഴേക്കും ഏകദേശം ഒരു 8 മണി 9 മണിയായി. ഈ ഒരു സ്ഥലത്താണ് സ്റ്റേ ചെയ്തത്. രാവിലെ എനിക്ക് ഓഫീസിൽ പോകാനുള്ളത് കൊണ്ട് അതിനടുത്തുള്ളൊരു സ്ഥലത്ത് തന്നെ റൂം എടുക്കുമായിരുന്നു. രാവിലെ ഓഫീസിൽ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്ത് ബാംഗ്ലൂരിൽ നിന്നും യാത്ര തിരിക്കുകയാണ്. നേരത്തെ തന്നെ പോരാൻ പറ്റിയതുകൊണ്ട് തിരിച്ച് പോകുന്ന വഴിക്ക് മൈസൂർ 1-2 സ്ഥലങ്ങളിൽ കൂടി കയറിയിട്ട് പോകാം എന്നുള്ള ഒരു പ്ലാനിലാണ്. ബാംഗ്ലൂർ അധികം ഒന്നും കാണാൻ നിന്നില്ല. ജസ്റ്റ് ബാംഗ്ലൂർ ഒന്ന് കറങ്ങി ടവർ സിറ്റിയൊക്കെ ഒന്ന് കണ്ട് തിരിച്ച് പോരുകയാണ് ചെയ്തത്. ഇന്ന് ഹൈവേയിലൊന്നും ഒട്ടും തിരക്കില്ല. മൺഡേ ആയതുകൊണ്ടായിരിക്കണം. റോഡൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്.
മൈസൂരെത്തി ഫസ്റ്റ് പോയത് സെൻറ്റ് ഫിലോമിനാസ് ചർച്ചിലാണ്. അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, എങ്കിലും നല്ല ക്ലൈമറ്റ്, നല്ല കുറേ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്ത് ജസ്റ്റ് ചർച്ചിനകത്ത് ഒന്ന് കയറി തിരിച്ച് പോരുകയാണ് ചെയ്തത്. അവിടെ നിന്നും നേരെ പോയത് ചാമുണ്ഡി ഹിൽസിലോട്ടാണ്. ചാമുണ്ഡി ഹിൽസിൽ മഹിഷാസുര സ്റ്റാച്ചു കാണുന്നതിനാണ് പോകുന്നത്. അങ്ങനെ മഹിഷാസുര സ്റ്റാച്ചുവിൻ്റെ ഫ്രണ്ടിൽ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. വീഡിയോ എടുക്കാൻ മറന്നുപോയി. തിരിച്ചിറങ്ങുന്ന വഴി മൈസൂർ സിറ്റിയുടെ വളരെ മനോഹരമായിട്ടുള്ള വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നമുക്ക് ബൈനോക്കുലറിലൂടെ ഇത് നോക്കി കാണാൻ പറ്റും. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മൈസൂർ പാലസ് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് മൈസൂർ പാലസാണ്. എത്രമാത്രം മൊബൈലിൽ അത് ക്ലിയറായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല. അങ്ങനെ തിരിച്ചു പോരുകയാണ്. ഇനി വേറെ കാഴ്ചകളൊന്നുമില്ല, നേരെ വീട്ടിലോട്ട് പോരാനാണ് പ്ലാൻ. അവിടെ നന്ദിയുടെ ഒരു സ്റ്റാച്ചു കൂടി ഉണ്ട്, പക്ഷേ അത് അങ്ങോട്ടുള്ള റോഡ് തകർന്നിരിക്കുകയാണ്, നടന്നു പോകണമെന്നാണ് കേട്ടത്. അപ്പോൾ പിന്നെ അവിടെ പോകണ്ടെന്ന് വെച്ചു. അങ്ങനെ തിരിച്ചു പോരുകയാണ്. ഇനി നേരെ വീട്ടിലോട്ടാണ് പോരുന്നത്. ഏകദേശം ഒരു 9 മണിയോടുകൂടി നമ്മൾ നാടുകാണി ചുരം ഇറങ്ങി വഴിക്കടവെത്തി. അപ്പോൾ ഈ യാത്ര എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു യാത്രയുടെ വിശേഷമായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.